CPM-നെ ED വേട്ടയാടുകയാണെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതികരിച്ചു. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെക്കുറിച്ച് അറിയില്ല. ED നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും MM വർഗീസ് പ്രതികരിച്ചു. CPM-നെ പ്രതികർത്തി സ്വത്ത് മരവിപ്പിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു, ശുപാർശയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല. നമുക്ക് വിവരമില്ലാത്തൊരു കാര്യമാണ്. ലോക്കൽ കമ്മിറ്റി സാധാരണ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്ഥലം വാങ്ങുക. ജില്ലാ കമ്മിറ്റിയുടെ പേരും ജില്ലാ സെക്രട്ടറിയുടെ പേരിലും പാർട്ടിക്ക് വേണ്ടി. അതാണ് അതിനെ സംബന്ധിച്ച്. വേറെ ഇതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ സാങ്കല്പികമായിട്ട് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരം പറയാനും കഴിയില്ല. അതേ വിഷയം വരുന്നതിനനുസരിച്ച് നീങ്ങാനല്ലേ പറ്റുമോ? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് ഈ കാര്യങ്ങളെ ഇതൊരു വേട്ടയാണ്. ഇങ്ങനെ ഉണ്ടോ എന്താ സംഭവം എന്നറിയില്ല. അതിപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാം. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ നമുക്കെതിരെ ഉപയോഗിക്കുകയാണല്ലോ, പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ. കരുവന്നൂർ വിഷയമൊക്കെ ആ രീതിയിലാണല്ലോ ഉപയോഗപ്പെടുത്തിയത്. ഇത് കഴമ്പുള്ളൊരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, MM വർഗീസിന് ഒന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. EDയുടെ വേട്ട എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വത്തുക്കൾ മരവിപ്പിച്ച നടപടി ED അറിയിക്കുന്നില്ലേ? എങ്ങനെയാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത്? സ്മൃതി, MM വർഗീസിന്റെ പ്രസ്താവന വെച്ച് നോക്കിയാൽ ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പാർട്ടിയെ അറിയിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഇത് സംബന്ധിച്ച സ്വത്ത് മരവിപ്പിച്ചതോ അതുപോലെ തന്നെ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും CPM-നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, MM വർഗീസ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിലുള്ള സ്വത്തുക്കളാണ് മരവിപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വത്തുക്കളല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എല്ലാ പാർട്ടി ഓഫീസുകളിലെയും ഉടമ എന്ന നിലയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതാണ് അദ്ദേഹം ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആണെങ്കിൽ പോലും അത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ MM വർഗീസ് പാർട്ടി സെക്രട്ടറി നിലയിൽ വാങ്ങിയ സ്വത്തുക്കൾ മരവിപ്പിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമൊന്നും CPM-നെ ഔദ്യോഗികമായി ED അറിയിച്ചിട്ടില്ല. വ്യക്തത വരുത്താമോ? പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് എങ്ങനെ സ്വത്തുക്കൾ വാങ്ങും? പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതെന്നാണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടി സ്വത്തുക്കളാണ്, അങ്ങനെ പാർട്ടി സ്വത്തുക്കളാണ് മരവിപ്പിച്ചിരിക്കുന്നത്, MM വർഗീസിന്റെ അല്ല. അതാണ് ശരി. MM വർഗീസിന്റെ വ്യക്തിപരമായ സ്വത്തുക്കളോ അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള സാമ്പത്തികമായ കാര്യങ്ങളോ അല്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ സ്ഥലം വാങ്ങുമ്പോഴൊക്കെ രജിസ്റ്റർ ചെയ്യുക പാർട്ടി ജില്ലാ സെക്രട്ടറി, MM വർഗീസ് പാർട്ടി ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി എന്ന പേരിലാണ് സ്ഥലങ്ങളും അതുപോലെ തന്നെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തുറക്കുമ്പോൾ എടുക്കുന്ന അഡ്രസ്സ് അതാണ്. അതുകൊണ്ട് തന്നെ MM വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി MM വർഗീസിന്റെ പേരിൽ വാങ്ങിയ സ്വത്തുക്കളും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായ കുടുംബപരമായ സ്വത്തുക്കൾ അല്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും പാർട്ടി വലിയ പ്രതിരോധത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ഇപ്പോൾ CPM-നെ പ്രതി ചേർത്തു എന്നതാണ്. ഇനി അടുത്തത് ഇവിടെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കളെ ഇതിനു മുമ്പ് ചോദ്യം ചെയ്തിട്ടുണ്ട്. MM വർഗീസ്, MK ഗണനത്തെ ക്ഷമിക്കണം, AC മൊയ്തീൻ അടക്കമുള്ള നിരവധി നേതാക്കൾ ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്മൃതി, പാർട്ടി അടിയന്തരമായി യോഗം ചേരുകയോ അത്തരം കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാനാണ് രാഷ്ട്രീയമായും നിയമപരമായും എന്നും പറയുന്നുണ്ട്? തികച്ചും രാഷ്ട്രീയപരമായ വേട്ട എന്നാണ് CPM പറയുന്നെങ്കിൽ പോലും ആ പ്രതിരോധത്തിന്റെ ബലം കുറഞ്ഞു വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. പ്രധാനമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കരുവന്നൂർ വിഷയം പാർട്ടിക്ക് എതിരായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട ഇതിൽ ഇടപെടലുകൾ എല്ലാം പാർട്ടിക്ക് എതിരായി വന്നെന്ന പൊതു വിലയിരുത്തലുണ്ട്. പക്ഷെ അത് പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കടുത്ത പ്രതിരോധത്തിലാണ് ഇപ്പോൾ CPM ഉള്ളത്, ജില്ലയിൽ പ്രത്യേകിച്ച് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ശേഷി ഇപ്പോൾ തൽക്കാലം ജില്ലയിൽ CPM-നില്ല. നിയമപരമായി നേരിടുക, രാഷ്ട്രീയമായി നേരിടുക എന്ന പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇനി EDയുടെ അടുത്ത നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. അത് ആശ്രയിച്ച് മാത്രമേ CPM-ന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന സ്ഥിതിയുമുണ്ട്. നേരത്തെ അർജുൻ മട്ടന്നൂർ സൂചിപ്പിച്ചതുപോലെ മറ്റു നേതാക്കളെ കൂടി, MLA-മാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ കൂടി പ്രതി ചേർക്കണമെന്ന കാര്യത്തിൽ ED അധികം വൈകാതെ തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ജേസൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.